എനിക്ക് ഭാര്യ, ഒരു മകൻ. ഭാര്യ ഹൗസ് വൈഫാണ്, മകൻ വക്കീലാണ്, അവൻ ഹൈക്കോടതിയിലാണ് എഡ്യൂക്കേറ്റ് ആണ് കൊച്ചിയിൽ. അപ്പോൾ അവൻ ഫാമിലിയായിട്ട് ഹൈക്കോടതി നാളെ കൊച്ചി സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഫ്ലാറ്റൊക്കെ വന്ന് താമസിക്കുന്നു. അപ്പോൾ ഞാനൊരു വൃദ്ധസദനം, ഞാനൊരു ഭാര്യ വൃദ്ധസദനമാണ് ഞങ്ങളുടെ വീട്, ഞങ്ങൾ താമസിക്കുന്നു. ഇത്രയുമാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അറിയണം, പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ആദ്യത്തെ അസൈൻമെൻറ്റ്. നിങ്ങൾ രണ്ടാളും ഒരാൾ മുതലെന്താണ് മുതലെന്താണ് ലിജിൽ. അപ്പോൾ ലിജിലിനെ കുറിച്ച് ദേവദത്ത് പറയാം. ഞാനൊരു 3 മിനിറ്റ് തരും പഠിക്കാനാണ്. ലിജിലിനെ ദേവദത്താണ് അവതരിപ്പിക്കേണ്ടത്. ദേവദത്തിന് ലിജിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇദ്ദേഹവും ഓക്കെ. അപ്പോൾ മാറി ഇനി നിങ്ങൾ രണ്ടാൾ വേണ്ട, ഇദ്ദേഹം എണീക്കണം. ഇവിടെ വരണം. നമ്മുടെ പേരെന്താണ്? രാധാമണി. നമ്മുടെ പേരെന്താണ്? സുനിൽകുമാരി. രാധാമണിയെ ഇദ്ദേഹം അവതരിപ്പിക്കും. കുമാരിയാണ്. കുമാരിയും മോനും ഒരു ഗ്രൂപ്പ്. നിങ്ങൾ രണ്ടും കൂടെ വേണമെങ്കിൽ ഹരിയുടെ അപ്പുറത്തോട്ടായിരിക്കാം, അങ്ങോട്ട് ആ കസന ആ ബെഞ്ച് മാറിയിരിക്കാം. പറഞ്ഞു തരുന്നത് ഒരു 3 മിനിറ്റ് കൊണ്ട് ഇയാളെ മോൻ്റെ പേരെന്താണ്? ഗോപിയെക്കുറിച്ച് സുനിൽകുമാരി പറയും, സുനിൽകുമാരിയെക്കുറിച്ച് ഗോപികൃഷ്ണൻ പറയും. ഈ 3 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുടെ സമഗ്രതയിൽ അവതരിപ്പിക്കും. ഭാര്യ, ഒരു മകൻ. ഓക്കെ, അവതരിപ്പിക്കാൻ 1 മിനിറ്റ് അതുകൊണ്ട് എന്തൊക്കെ അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് പറയാം. 1 മിനിറ്റ് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് അറിയാം, പക്ഷേ അതെങ്ങനെയാണെന്ന് അതാണ് ആദ്യത്തെ. എനിക്കൊണ്ട് ഒരാളെ പരിചയപ്പെടുത്താൻ പരീക്ഷയുടെ അവസാനം ഞാൻ അവസാനം പരിചയപ്പെടും. നമുക്ക് തുടങ്ങാം അല്ലേ? ഇത് രണ്ടുപേരും ഇവിടെ വന്നു. നിങ്ങൾ രണ്ടാണ് വേണ്ട, എല്ലാവരും കാണുന്നുണ്ടോ? രണ്ടുപേരും നമ്മുടെ പേരെന്താണ്? രാധാമണിയെ ഇദ്ദേഹം ചേട്ടനൊന്നുമില്ല, എല്ലാവരും പേരെ വിളിക്കാം. ആരും ചേട്ടാണെന്നോ ചേച്ചൊന്നും വിളിക്കാം. ദേവദത്തൻ ആരെയും ചേട്ടനും കൂടെ ഹരിയുടെ അപ്പുറത്തോട്ടായിരിക്കാം, ആ ബെഞ്ച് മാറിയിരിക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് ഇയാളെ മോൻ്റെ പേരെന്താണ്? ഗോപിയെക്കുറിച്ച് സുനിൽകുമാരി പറയും. ഉറക്കെ പറയണം. എന്തൊക്കെ മനസ്സിലാക്കാൻ ആളുടെ സമഗ്രതയിൽ അവതരിപ്പിക്കും. നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ 1 മിനിറ്റ് അതുകൊണ്ട് എന്തൊക്കെ അപ്പോൾ എൻ്റെ വീട് നാടകപ്രവർത്തനത്തിനായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, സമയം. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ 3 മിനിറ്റാണ് നമുക്ക് ഇവിടെ തന്നത് ഒരാളിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. 3 മിനിറ്റ് കൊണ്ട് ഒരാളിനെ അപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഒരാളിനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതാണ് എൻ്റെ സുഹൃത്ത് ജോസ് ഇവിടെ പറഞ്ഞത്, എന്നെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ നമുക്ക് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ജോസ് നല്ലൊരു കലാകാരനാണ്. എനിക്ക് മനസ്സിലായിടത്തോളം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആഗ്രഹം, കലാകാരനായിട്ട് വലിയ ആഗ്രഹം മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ആളാണ്. വലിയ നിലയിലേക്ക് എത്തണം, അഭിനയിക്കണം, നാടകത്തിൽ അഭിനയിക്കണം, അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക്. മ്യൂസിക്കുമായി ബന്ധമുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല, 40 വയസ്സുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അത് എടുത്തു തന്നെ പറയുകയാണ്. അത് നല്ല ആഗ്രഹം, അതായത് നാടകത്തോട്, അഭിനയത്തോട്, കലയോട് നല്ല ആഗ്രഹമുണ്ട്. ഡ്രം പ്ലെയറാണ് അല്ലേ? ഡ്രം പ്ലെയറാണ്. മ്യൂസിക് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഏതൊരു സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ട് അത് ഇറങ്ങിയിട്ടില്ല. ആഡിയോ ഇറങ്ങി, പക്ഷേ സിനിമ ഇറങ്ങിയിട്ടില്ല. എന്തായാലും വലിയ ഉയരങ്ങളിലേക്ക്, ആ ആഗ്രഹം കൊണ്ട് തന്നെ വലിയ ഉയരങ്ങളിലേക്ക് കലാഫീൽഡിൽ എത്താൻ കഴിയട്ടെ എന്നുള്ള ആശംസ കൂടെ അറിയിക്കുകയാണ്. നല്ല നിറഞ്ഞൊരു കലാകാരനാണ്. ഉറക്കെ
പത്മ നമ്മളെ ശബ്ദം നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് തിയേറ്ററിൻ്റെ ഏറ്റവും പ്രധാനമായ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ശബ്ദം എല്ലാവരിലേക്ക് എത്തണ്ടേ, നമ്മൾ എല്ലാവരിലേക്ക് എത്തണ്ടേ, ഉറക്കെ പറയാം. മീര എന്നാണ് പേര്. മൈസൂരിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മീരാൻറ്റിക്ക് ഒരു മോളുണ്ട്, മീനാക്ഷി. ആൻറ്റി ഒന്നുമില്ല ഇവിടെ, ആൻറ്റി ചേച്ചി ഒന്നുമില്ല. മീരയ്ക്കൊരു മോളുണ്ട്, മീനാക്ഷി. മീരയ്ക്ക് ഡാൻസ് കളിക്കാനും നാടകം ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യമുണ്ട്. നിങ്ങളെന്ത് നിശ്ചയിക്കണം, മതിയോ പോയതൊക്കെ സമയമായി. പത്മമാലിനി. പത്മമാലിനിയുടെ അച്ഛൻ്റെ പേര് അരുൺകുമാർ, അമ്മയുടെ പേര് അംബിക. ഒരു അനിയനുണ്ട്. പത്മ ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എറണാകുളത്താണ് ഇവരുടെ വീട്. ഫാമിലിയായിട്ട് സൈഡ് ഡിവോട്ടീസാണ് ഇവർ. മോള് ഭരതനാട്യം ഡാൻസർ. പത്മ ഭരതനാട്യം ഡാൻസറാണ്. ഒരുപാട് വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കുച്ചിപ്പുടിയും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. നല്ല പഠിക്കുന്ന ആളാണ്. നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. നല്ലൊരു ലെവലായിട്ട് ഒരു ഫാമിലിയുടെ സെറ്റിലായിരിക്കണം. അപ്പോൾ ഇവനും ഇവൻ്റെ ചേച്ചിയും അച്ഛനും അമ്മയാണ് ഫുള്ള് ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളത്. അപ്പോൾ ഇവ സിക്സ്ത് ഗ്രേഡിൽ ഭവൻസിലാണ് പഠിക്കുന്നത്. നിഖിലിന്റെ ഫാമിലി അമ്മയും അച്ഛനും പിന്നെ ഒരു ചേട്ടനും നിഖിലുണ്ട്. നിഖില് സർവോദയ സ്കൂൾ നാലാഞ്ചേരിയിലാണ് സുനിൽകുമാരി എന്നാണ് പേര്. വീട്ടിൽ അച്ഛനുണ്ട്, ഹസ്ബൻഡുണ്ട്, പിന്നെ 2 മക്കളുണ്ട്. 2 മക്കൾ വിദേശത്താണ്. ഒരാൾ പോളണ്ടിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ബെർലിൻ ക്യാപ്റ്റനാണ്. സുധാകുമാരിക്ക് പ്രഭാഷണം നടത്താൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ലല്ലോ ഒക്കെ. എഴുതാനൊക്കെ ഇഷ്ടമാണ്, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പറഞ്ഞത്രയും നല്ലൊരു കലാകാരിയാണ്. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ഗോപികൃഷ്ണൻ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്ന് വരുന്നു. +1 ക്ലാസ് ഏറ്റവും കിട്ടിയിരിക്കുകയാണ്. ഹരീഷ് കൃഷ്ണൻ്റെയും രേഖയുടെയും മകനാണ്. ഒരു അഞ്ചത്തിയുണ്ട്, മീനാക്ഷി. ഇതിന് ഹോബീസ് എന്ന് പറയുന്നത് ഡ്രം പ്ലേ ചെയ്യും. നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്. 2 നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് കാട്ടുമാക്കാൻ, ഒന്ന് ഒരു AI നാടകം. രാധാമണി എന്നാണ് ഹസ്ബൻഡ് സഹദേവൻ. ഒരു മാതൃക അധ്യാപികയാണ്. മൈലൻ സ്കൂളിലാണ്. നേരത്തെ സ്കൂളിൻ്റെ മാതൃക അധ്യാപികയായിട്ട് ദേവദത്തൻ എന്ന് പറയുന്ന മകനുണ്ട്. ദേവിക മകള് ഒരു നല്ലൊരു നടിയാണ്. രാധാമണി കവിതയൊക്കെ എഴുതുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു മാതൃക അധ്യാപികയും കവിയും എല്ലാമാണ്. കൂടാതെ ഒരു കലാകാരിയൊക്കെയാണ്. ഡോക്ടർ ബെർണാഡ് സാർ നല്ലൊരു അഭിനേതാവാണ്. ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടൊക്കെ അത് രാജിവെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആളാണ്. പിന്നെ സാറിന് ഒരു വൈഫ് ടീച്ചറാണ്. മകൻ 4ാം ക്ലാസ്സിലാണ്. സാറിനെ സംബന്ധിച്ച് സംസാരിച്ച കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിൻ്റെ വേദനകളെ തിരിച്ചറിയാൻ ശ്രമിച്ച നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയ ട്രീറ്റ്മെൻറ്റ് നടത്തുകയും അതിൻ്റെ റിസർച്ച് സെൻറ്റർ നടത്തുകയുമാണ് സാറ് ചെയ്യുന്നത്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനസ്സുണ്ട് എന്നെനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അടുത്ത കഴിഞ്ഞ് എൻ്റെ വീട്ടിലൊക്കെ അച്ഛൻ, അമ്മ, ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് 3 പേരായിട്ടാണെങ്കിലും ഒരു കൂട്ടുകുടുംബം പോലെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് എല്ലാവരുമായിട്ട് താമസിക്കുന്നത്. ഞാൻ മധുവനത്തിലെത്തുന്നത് 2021 വിന്റർ സ്കൂളിൻ്റെ ഭാഗമായി. അതിനുശേഷം ഇവിടെ വന്നു. നാടകത്തിൽ കർത്താവ് സാറിൻ്റെ തന്നെ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ ഒരു ചെറിയൊരു വേഷം ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഒരിക്കലൊരു നാടകം എഴുതി അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. നൃത്തം അല്ലാണ്ട് അഭ്യസിക്കുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ എഴുതും. സതീഷ് മലയാളത്തിലെ
ഏറ്റവും പ്രശസ്തരായ നാടകകൃത്തുക്കളിൽ ഒരാളാണ്. കോഴിക്കോടാണ് വീട്. കോഴിക്കോട് വരുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഇന്നലെ കോഴിക്കോട് വന്നതാണ് സതീഷിൻ്റെ ഒരുപാട് നാടകങ്ങളുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ സ്റ്റുഡൻസിനൊക്കെ തിയേറ്റർ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ പറ്റിയ കളിക്കാൻ പറ്റിയ ഒരുപാട് നാടകങ്ങളുണ്ട്. ഒരുപാട് സമ്മാനമായിട്ടുണ്ട് നാടകങ്ങൾക്ക്. സതീഷിൻ്റെ നാടകങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ടെക്സ്റ്റാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ജഡ്ജ് ചെയ്യാനൊക്കെ പോയിട്ടുള്ള ആളാണ്. സതീഷിനെ പോലെ ഒരു നല്ല നാടകകൃത്തിനെ നമുക്ക് ഇവിടെ ഈ ക്യാമ്പിൽ ഒരു നാടകം രചനയെക്കുറിച്ച് പറയാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. സതീഷിന് ഭാര്യ, മക്കൾ അവർ കോഴിക്കോടാണ്. മകനൊക്കെ IT ഒക്കെയാണ്. അവരൊക്കെ പല ദേശത്തായിട്ടാണ് കഴിയുന്നത്. സതീഷും ഭാര്യയും മാത്രമായിട്ട് കോഴിക്കോട് കഴിയുന്നു. ഇതിനു വേണ്ടി ഒരാൾ തിരുവനന്തപുരത്ത്. അതായത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി സതീഷ് വന്നതാണ്. ഇന്നും നാളെയും സതീഷ് കൊണ്ട് വന്നത്. പറഞ്ഞു തുടങ്ങിയത് വളരെ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇന്നലെ രാത്രിയിൽ വരുമ്പോൾ വളരെ ആശങ്കയോടെയാണ് തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്താണ് നാടകത്തിൻ്റെ വലിയൊരു മാറ്റം ഉണ്ടായ സ്ഥലം. അറിയാമല്ലോ അല്ലേ? നാടകം പഠിക്കുന്നവർക്ക് അറിയാം. നാടകത്തിൻ്റെ തനത് നാടകവേദി കേരളത്തിലേക്ക് വരുന്നത് കാവരസാറിലൂടെ. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. നാടകത്തെ ഉപാസിച്ച് നടന്നൊരു കുട്ടി ടാഗോറിൽ പിന്നെ കാവാലത്തിൻ്റെ ഒരു നാടകമാണ് അഭൗമമായ ലൈറ്റിങ്. കാരണം അന്ന് വരെ നമ്മൾ കാണുന്ന ലൈറ്റിങ് എന്ന് പറഞ്ഞാൽ ജീവിതമായിട്ടൊന്നും ബന്ധമുണ്ടായില്ല. കളർഫുൾ ലൈറ്റ് അതിപ്പോഴും ഉണ്ട്. അതിൻ്റെ ആധിക്യം കൂടി വരും. അവിടേക്കൊക്കെ വരാം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് സംസാരിച്ചു. കാരണം ഞാൻ സംസാരിക്കുന്നൊരു വലിയ വിഷയമാണ്, ഭയങ്കര ലാഗിയുന്നൊരു വിഷയമാണ്. നാടക രചനയെ കുറിച്ചാണ്. ഇതിൽ എത്ര ആളുകൾക്ക് രചനയെ കുറിച്ച് താല്പര്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഒരു രചനയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരിക എന്ന് അറിയുന്നത് എളുപ്പമല്ല. അത് നൈസർഗികമാണ്. അഭിനയം തുടങ്ങിയ മേഖലയൊക്കെ നൈസർഗികം തന്നെ. പക്ഷെ അതൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും നാടകത്തിൽ. അവിടെയാണല്ലോ സംവിധായകൻ വരുന്നത്. ഒരു രചനയിലേക്ക് എങ്ങനെ രചന വർഷാപ്പൊക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നടത്തിയിട്ട് സത്യം പറയേണ്ട പരാജയപ്പെട്ട ആളാണ്. അതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ, രചയിതാവ് എന്ന നിലയിൽ ഒരു രചനാ വർഷാപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയത് നിങ്ങളിൽ എത്ര ആൾ നാടകം വായിക്കുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. കേരളത്തിൽ നിന്ന് നാടക സാഹിത്യം അകന്നു പോയൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്നെ പറ്റി പറയുന്നില്ല, അങ്ങനെ തെറ്റിയിരിക്കും. നമ്മൾ കേരള സാഹിത്യ അക്കാദമി, നാടക അക്കാദമി, ചെറുകാട് അവാർഡ് ശരി അങ്ങനെ തുടങ്ങി ഒരു ഘട്ടത്തിൽ കിട്ടേണ്ടതൊക്കെ വാങ്ങിയ അന്ന് ചെറുപ്പമാണ്. ഇന്ന് ചെറുപ്പമല്ല കേട്ടോ, ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അല്ല, മനസ്സുകൊണ്ട് ശരീരം കൊണ്ടു നാടകത്തിലായതുകൊണ്ട് ചെറുപ്പമാണ്. ഇപ്പം ഞാനിവിടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. ഈ ശബ്ദം എനിക്ക് കിട്ടിയ നാടകത്തിൽ നിന്നാണ്. ഏതൊരു സ്കൂളിലെ ചടങ്ങിന് കറണ്ട് പോയി. പഠിച്ച പണി 18 നോക്കിയിട്ടു കറണ്ട് പോയതല്ല, മൈക്കിന് പ്രശ്നം. ഇവർ വെച്ചിട്ട് മറുപടിയാണ് മൈക്ക്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ മെനക്കെടണ്ട, ഞാൻ സംസാരിച്ചോളാൻ പറഞ്ഞു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കുകയാണ്. ടീച്ചേഴ്സ് അക്ഷരം എന്ന് പറഞ്ഞ ദേശാമാനിൻ്റെ എന്തൊരു സംഭവം ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ഞാൻ ആ ചടങ്ങിൽ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന വല്ലാത്തൊരു അനുഗ്രഹമാണ് നമ്മുടെ ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങൾ നിരന്തരം, അത് ഈ എക്സസൈസിൽ മനസ്സിലാവും. തിയേറ്റർ എക്സസൈസിൽ നമ്മളെ ശബ്ദത്തിനെ നമുക്ക് വലുതാക്കാം. ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒച്ച എന്ന് പറയുന്ന ഒരു ആയുധമാണ് ശബ്ദം. ഒച്ച കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തീരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പം നമ്മൾ ശബ്ദത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ശബ്ദത്തിന് നല്ല ആർജമാണ്. അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു കലാരൂപമാണ് എന്ത്? തിയേറ്റർ നാടകം. തിയേറ്റർ എന്നുള്ളത് എന്താണ്? തീ ഇല്ല, അതൊരു സാറ് പറഞ്ഞു തരും. ആ ഉള്ളിലെ തീ തന്നെയാണ്. ഇത് തിയേറ്റർ എന്നുള്ള ഗ്രീക്ക് പദം വരുന്നത് ഗ്രീക്ക് നാടകത്തിൽ നിന്നാണ്. തിയേറ്റർ എന്നിപ്പോൾ സുരഭിനെ ഒരിക്കലും ഞങ്ങളുടെ ക്യാമ്പിൽ സതീശയുടെ സുരഭി മേച്ചനടി നാടകത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവിടെ നാടകത്തിൽ കാലടി സർവകലാശാലയിൽ എത്തുന്നത് നൃത്തം പഠിക്കാനാണ്. അവിടെ ചെന്നപ്പോഴാണ് തിയേറ്റർ എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞ വളരെ പേഴ്സണലി പറഞ്ഞാണ്, തിയേറ്റർ എന്ന് പറയുന്നത് സിനിമാ തിയേറ്റർ ആണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. ഇങ്ങനെയൊരു ഇത് സംഘകലയാണ്. ടീം ചേർത്ത് പിടിക്കേണ്ട, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കലാരൂപമാണ്. ഇപ്പോൾ ഈ ക്യാമ്പിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, അതേപോലെ സങ്കടം ഒരേ സമയം തോന്നുന്നത്, പല ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ 40-ന് മേലെയുള്ള ആളുകളെയാണ് കിട്ടുന്നത്, യൂത്തിൻ്റെ. അപ്പോൾ ഈ മോനോട് അവിടെയുള്ള കുട്ടികളോടൊക്കെ ഞാൻ പറയുന്നത്, കേരളം അറിയാതെ പോയ ഒരു കലാരൂപമാണ് തിയേറ്റർ. ഞാൻ എവിടെയോ സംസാരിക്കുക എഴുതുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ, മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നു. അപ്പോൾ അതിന് വലിയ വിവാദമൊക്കെ ഉണ്ടായ ഒരു വാക്കാണ്.
പിന്നെ വേദി നാരോണിച്ച് ചോദിച്ചു സതീഷ് എന്താ അങ്ങനെ പറഞ്ഞു, ഇതൊന്നും മനുഷ്യരല്ലേ ഇത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പം ഈ ഇലയില്ലേ, ഈ ഇലയൊക്കെ ഈ വേനലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ചെടിച്ച് നിൽക്കും. ഒരു പുതുമഴയിൽ ഇതിങ്ങനെ ഒക്കെ അഴുക്ക് പോയിട്ട് പിന്നെ ഒരു വെയിലിങ്ങനെ വരുമ്പോൾ നമ്മൾ കാണാത്തൊരു ഫ്ലെയിമിങ് ഉണ്ടാവും ഈ ഇലയ്ക്ക് അല്ലേ. ഒരു പ്രഭാതത്തിൽ ഒരു ഇളം വെയിലൊക്കെ നമ്മൾ മരത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഫ്ലെയിമിങ് തന്നെയാണ് നാടകത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യരാകുന്നത്. ഒരു അപരം വീണ് കിടക്കുമ്പോൾ അയാളിലേക്ക് ഒരു കൈ നീളണമെങ്കിൽ നാടകമില്ലെങ്കിലും ഒരു നന്മ ഉള്ളിലുണ്ടാവണം. ഈ നന്മ ഉത്പാദിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് നാടകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ ഇടയ്ക്ക് ഇങ്ങനെ വരാം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ആർക്കൊക്കെ നാടകം എഴുത്തിന് താല്പര്യമുണ്ട് ഒന്ന് കൈ വെച്ചേക്കാം. മറ്റുള്ളവർക്കൊക്കെ താല്പര്യമുണ്ട്. ഈ താല്പര്യങ്ങളെ നമുക്ക് ഉണർത്താൻ പറ്റും. അത് ഞാൻ എൻ്റെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നത് ഞാൻ എങ്ങനെയായി എന്നുള്ളത്. ഞാൻ SSLC 8 നിലയെ പൊട്ടിയൊരു മനുഷ്യനാണ്. ഞാൻ പഠിക്കുമ്പോൾ പിന്നെ ഞാൻ പഠിക്കുന്ന വളരെ മോശം സ്കൂളാണ്. ഇന്ന് ഹൈടെക് സ്കൂളാണത്. അവിടെ ഒരു നാടകം ചെയ്യുന്നു. അപ്പോൾ ഒരു കുട്ടി മാത്രമേ പാസ്സാകും. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കേണ്ട ഞാനായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു 8 നില പൊട്ടി. ഇല്ല, എല്ലാവരും വിചാരിക്കും ഞാനായിരിക്കുന്നത്. ഈ ഞാൻ 8 നില പൊട്ടിയ മനുഷ്യൻ്റെ 3 യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പാഠപുസ്തകം. വർക്കല പിന്നെ ഗുരുകുലം ശ്രീനാരായണ അവിടെ അഭിനന്ദനങ്ങൾ കൊണ്ട് എങ്ങനെ വിശപ്പ് പാറ്റാം. അത് മാസ്ക്. അപ്പോൾ അഭിനന്ദനം കൊണ്ട് വീർപ്പ് മുട്ടിയ സമയമുണ്ട് ഞാൻ. നാടകം കഴിഞ്ഞപ്പോൾ സതീശേടൻ നന്നായി അയ്യോ കലക്കി എന്നൊക്കെ പിടിച്ച് ഉമ്മകൾ. അപ്പോൾ വിശക്കൂല. കോഴിക്കോട് ഭാഷയിലൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കഴിച്ചണ്ടേ കൺഗ്രാലേഷൻ വിശപ്പ് മാറ്റൂ. അപ്പോൾ ആ സമയത്താണ് സുരാസു എന്ന് പറയുന്ന നാടകത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സൂസൈഡ് ചെയ്തു. ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ഓടി നടക്കുക. ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ പകർന്നാടിയ ഒരു പാവം മനുഷ്യൻ. കേരളത്തെ ഞെട്ടിച്ച നാടകത്ത് ഞെട്ടിച്ച അഭിനന്ദനാണ്. തിരക്കഥ വളരെ മുമ്പുള്ളതാണ്. 80s 90s ഉള്ള തിരക്കഥകളാണ്. 2000 വരുമ്പോഴുള്ള ശങ്കുഷ് അങ്ങനെ ഒരുപാട് നല്ല തിരക്കഥകൾ നാടകത്ത്. ബാലഗോപാലൻ എന്ന് പറയുന്ന എന്താണ് ഒരു നാടകമുണ്ട്, ഫേമസ് ഒരു നാടകമുണ്ട്, പെട്ടെന്ന് പേര് ഓർമ്മയില്ല, ഞാൻ പറയാം. ഈ നാടകങ്ങളിലൊക്കെ നിറഞ്ഞാടി മനുഷ്യൻ വിശ്വരൂപം. പട്ടാളക്കാരനെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മാനസികാസ്വാസ്ഥ്യമുണ്ട്. എപ്പോഴാണ് രണ്ടാം ഭാര്യ, ഭയങ്കര ജീവിതമാണ് ആ മനുഷ്യൻ്റെ. അത് ഞാൻ നിരന്തരം അനുഭവിച്ചൊരു മനുഷ്യനാണ്.